അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ആ ഖദീജ ബീവിയുടെ ചരിത്രം എല്ലാവരും കേൾക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. പക്ഷെ ചിലരുടെയൊക്കെ തെറ്റായിരുന്നു. ശരി ഉത്തരം അയച്ചവരുടെയൊക്കെ എഴുതി നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ബക്കറ്റിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ആദ്യം ഞാനൊന്ന് പറഞ്ഞു തരാം. അന്നത്തെ കഴിഞ്ഞ 5 ചോദ്യത്തിൻ്റെയും ആൻസർ ചോദ്യം എല്ലാവർക്കും അറിയാമല്ലോ. ഒന്നാമത്തെ ആൻസർ ഹുവൈലിദ് എന്നായിരുന്നു. ഹുവൈലിദ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേര് ഹുവൈലിദ് എന്നാണ്. രണ്ടാമത്തെ ആൻസർ പരിശുദ്ധ, ത്വാഹിറ എന്നതിൻ്റെ അർത്ഥമാണ് ചോദിച്ചത്, പരിശുദ്ധ എന്നാണ്. മൂന്നാമത്തെ ആൻസർ മുനബ്ബഹ് എന്നാണ്. നഫീസ ബീവിയുടെ, നഫീസ എന്ന് പറയുമ്പോൾ ഏത് നഫീസയാണ്? ഖദീജ ബീവിയുടെ കൂട്ടുകാരിയായ ആ നഫീസ ബീവിയുടെ പിതാവിൻ്റെ പേര് മുനബ്ബഹ് എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയിൽ എത്ര മക്കളുണ്ടായിരുന്നു? 6 മക്കളാണ്. 6 മക്കളാണ് ഉണ്ടായിരുന്നത്. നബിക്ക് മൊത്തത്തിൽ 7 മക്കളാണ്. അതിൽ 6 മക്കളാണ് ഖദീജ ബീവിയിലുള്ളത്. പിന്നെ ഹിജറയുടെ എത്ര വർഷം മുമ്പാണ് ഖദീജ ബീവി വഫാത്തായത്? ഹിജറയുടെ 3 വർഷം മുമ്പാണ് വഫാത്തായത്. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് ശരി ഉത്തരം അയച്ചവരുടെ പേരുകൾ എഴുതി ഇതിലിട്ടിട്ടുണ്ട്. ഞാൻ നറുക്കെടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അടുത്ത ക്ലാസ്, ഇന്നെടുക്കാൻ പോകുന്ന ക്ലാസ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ്. അതിൽ നിന്നും 5 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ആൻസർ ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഡിസംബർ 19 ഡിസംബർ 19 തീയതി അസറിൻ്റെ മുമ്പായിട്ട് അയക്കേണ്ടതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമുക്ക് ആദ്യം ആ നറുക്കെടുപ്പ് നടത്തിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. എൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്, അവരെ കൊണ്ട് നറുക്കെടുപ്പിക്കാം. പെട്ടെന്നോ. നമുക്ക് വിജയി പ്രഖ്യാപിക്കണം. ആരെ കൊണ്ട് എടുപ്പിക്കണ്ടേ? മോളെ കൊണ്ട് എടുപ്പിക്കണ്ടേ? അപ്പം ഒന്ന് ഇളക്കിയിടുമോ? ഞാൻ ഒന്ന് ഇളക്കിയിട്ടേ. ഇത് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതെല്ലാം അയച്ചവരുടെയാണ്. ഒരെണ്ണം എടുത്തേ. ഇളക്കിയിട്ട് നോക്കി ഒരെണ്ണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കട്ടെ ആരാണ് ഇന്നത്തെ വിജയി എന്ന്. അങ്ങനെ ഒരുപാട് പേര് ആൻസർ അയച്ചവരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പം ഒരാൾക്കല്ലേ സമ്മാനം കിട്ടുകയുള്ളൂ. എല്ലാവർക്കും കൂടെ ഇപ്പം തരാൻ കഴിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സന്തോഷകരമാകുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ ആ മത്സരം വീണ്ടും നീളുന്നതാണ്. ആ മത്സരം ഞാൻ മാറ്റിയെടുക്കുന്നതാണ്. അതിനെല്ലാവരും സഹകരിക്കണം. ഒരുപാട് പേര് നമ്മുടെ മത്സരം കാണുന്നെങ്കിൽ മാത്രമേ, ഇതിൽ പങ്കെടുക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അതായത് ഒരു സ്വർണ്ണമോതിരം കൊടുക്കുന്ന, 1ാം സമ്മാനം സ്വർണ്ണമോതിരമൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ദാനം മാറ്റുന്നതാണ് പിന്നീട് ഇൻഷാ അല്ലാഹ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുതൽ തന്നെ അങ്ങോട്ടുള്ള മത്സരം 1ാം സമ്മാനം 500 രൂപയാണ് കൊടുക്കുന്നത്. ഇന്നത്തെ മത്സരം, ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ 1000 രൂപയാണ്. അതിൽ ഫസ്റ്റ് സമ്മാനത്തിന് അർഹനായിരിക്കുന്നത്, വിജയിയായി പ്രഖ്യാപിക്കുന്നത്, ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവരും ആ ഒരു സന്തോഷത്തിൽ അയച്ചതാണ്. ആരും 1000 രൂപ ഇല്ലാത്തവരൊന്നുമല്ല. എല്ലാവരും ഒരു സന്തോഷത്തിന് അയച്ചതാണ്. അതിൽ ഇപ്പോൾ സമ്മാനം കിട്ടിയിരിക്കുന്ന വ്യക്തിയുടെ നറുക്കാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ച ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേൾക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്തവർ, അത് പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കിയവർ, അവർ ഉത്തരം എഴുതി അയക്കട്ടെ അയക്കാതിരിക്കട്ടെ, അത് കേട്ട് മനസ്സിലാക്കിയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ആ മഹദിയുടെ ചരിത്രം കേട്ട, ഞാൻ പറഞ്ഞ ആ ചരിത്രം കേട്ടവർക്കൊക്കെയും അല്ലാഹു ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറത്തിലും അല്ലാഹു വലിയ വിജയം നൽകുമാറാകട്ടെ. ദുനിയാവിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഹലാലായ മാർഗത്തിലൂടെ, ഖൈറായ വഴിയിലൂടെ അവർക്കെല്ലാം അല്ലാഹു ധാരാളം സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അപ്പോൾ ഈ കിട്ടിയ വ്യക്തിയോടായാലും ഇതിൽ എഴുതി അയച്ച ബാക്കിയുള്ളവരാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നവരാണെങ്കിലും ഒരു നിബന്ധനയുണ്ട്. ഇൻഷാ അല്ലാഹ് ആ നിബന്ധന ഞാൻ വായിക്കുമ്പോൾ പറയും. ഞാൻ പറയുന്ന ക്ലാസ് പൂർണ്ണമായും കേട്ടതിന് ശേഷം
ഉത്തരം അയക്കുന്നവർക്ക് മാത്രമേ ഇത് ഹലാലാവുകയുള്ളൂ. അല്ലാത്തവർക്ക് ആർക്കും ഈ സമ്മാനം ഹലാലല്ല. അതായത് ചോദ്യം മാത്രം ഓടിച്ചിട്ട് കേട്ടിട്ട് ചോദ്യം എവിടെയെങ്കിലും പോയി ക്വിസിൻ്റെ ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ തിരഞ്ഞ് തപ്പിയെടുത്ത് ആൻസർ അയക്കുന്നവർക്ക് ഇതിൽ പങ്കെടുക്കാൻ അർഹതയില്ല. അവർക്ക് ഞാൻ കൊടുക്കുന്ന ഈ സമ്മാനത്തിന് അവർ അർഹരല്ല. അത് ഇനി അങ്ങനെ പറ്റിച്ച് അങ്ങനെ ഈ ചരിത്രം കേൾക്കാതെ ആ ചോദ്യം മാത്രം കേട്ടിട്ട് അവിടെ മാത്രം ആ ചോദ്യങ്ങൾ മാത്രം കേട്ട് എഴുതിയെടുത്ത് എവിടുന്നെങ്കിലും പോയി ഉത്തരം തിരഞ്ഞു പിടിച്ച് പറയുന്നവർക്ക് ഈ പൈസ അവർക്ക് ഹലാലല്ല, ഈ സമ്മാനം അവർക്ക് ഹലാലല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ക്ലാസ് കേട്ടതിന് ശേഷം, പൂർണ്ണമായും ക്ലാസ് കേട്ടതിന് ശേഷം ക്ലാസ്സിൽ നിന്നോ നിങ്ങൾക്ക് പുറത്തു നിന്നോ ആൻസർ കണ്ടുപിടിക്കാം. പക്ഷേ ക്ലാസ്സുകൾ പൂർണ്ണമായും കേൾക്കാതെ, അതായത് ഖദീജ ബീവിയുടെ ചരിത്രമാണെങ്കിൽ അത്, ഇനി ഫാത്തിമ ബീവിയുടെ ആണെങ്കിൽ അത്, ഇനി വേറെ ഏത് ക്ലാസ്സാണോ ഞാൻ അടുത്ത ഓരോ ആഴ്ചയിലും പറയുന്നത്, ആ ക്ലാസ്സുകൾ പൂർണ്ണമായും കേൾക്കുന്നവർക്ക് ഉത്തരങ്ങൾ പുറത്തുനിന്ന് കണ്ടുപിടിക്കാം, ക്ലാസ്സിൽ നിന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ക്ലാസ് കേൾക്കാതെ ചോദ്യങ്ങൾ മാത്രം തപ്പിയെടുത്തിട്ട് ആൻസർ പുറത്തുനിന്ന് കണ്ടുപിടിച്ച് പറയുന്നവർക്ക് ഇത് അനുവദനീയമല്ല, ഹലാലല്ല. അവർക്ക് അങ്ങനെ നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ അവർ പറ്റിച്ചങ്ങനെ വാങ്ങിയാൽ തന്നെ അവർക്കത് ഹലാലല്ല, പൊരുത്തമില്ലാത്തതാണ് എന്ന് അറിയിക്കുകയാണ്. അതായത് ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അതായത് നമ്മുടെ ക്ലാസ് കേൾക്കണം, പൂർണ്ണമായും കേൾക്കണം. അതായത് നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും ദോഷമുള്ള കാര്യമല്ല. നമുക്ക് മഹാന്മാരുടെ മഹതിമാരുടെ ഒക്കെ ചരിത്രങ്ങൾ പഠിക്കാം. അതുപോലെ മറ്റ് ക്ലാസ്സുകൾ ഏത് ക്ലാസ്സായാലും അതിൽ ഒരുപാട് അറിവുകൾ നേടാം, അതോടൊപ്പം സമ്മാനവും നേടാം. നമ്മുടെ ഈ പരിപാടിയുടെ പേര് തന്നെ എങ്ങനെയാണ്, അതായത് നമ്മുടെ ഈ സംരംഭത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അറിവ് പഠിക്കാം ഒപ്പം സമ്മാനവും നേടാം. അറിവ് പഠിക്കാം ഒപ്പം സമ്മാനവും നേടാം എന്ന പദ്ധതിയാണിത്. അപ്പോൾ അറിവ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ചോദ്യം മാത്രം കേട്ടിട്ട് ഉത്തരം വേറെ എവിടെയെങ്കിലും പോയി തപ്പിയെടുത്തുകൊണ്ടാൽ പറ്റൂല. ഞാൻ എടുക്കുന്ന ക്ലാസ് പൂർണ്ണമായും കേട്ടിരിക്കണം. അത് കേൾക്കാൻ പറ്റാത്തവർ, കേൾക്കാൻ സൗകര്യമില്ലാത്തവർ, അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുള്ളവർ ഉത്തരങ്ങൾ എഴുതി അയക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിജയി ജംഷീന വട്ടോളി. ഈ വട്ടോളി എന്ന് പറഞ്ഞ സ്ഥലം എനിക്കറിയത്തില്ല എവിടെയാണെന്ന്, അവർ എഴുതി അയച്ചത് അങ്ങനെയാണ്. ജംഷീന വട്ടോളി. അവരുടെ ഫോൺ നമ്പർ അല്ലേ, ഫോൺ നമ്പർ പറയണ്ട, കാരണം ഒരു ലേഡിയുടെ ഫോൺ നമ്പർ അല്ലേ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ ഓർക്കാതെ ഫോൺ നമ്പർ പറയാൻ പോയതാണ്. ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ ഞാൻ വിളിക്കും. അവരുടെ നമ്പറിനകത്തുണ്ട്, അവരുടെ പേരും സ്ഥലവും നമ്പറും ഇതിനകത്തുണ്ട്. കാരണം ഒരു പെൺകുട്ടിയുടെ നമ്പർ ആയതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുമെന്ന് അറിയാൻ പറ്റൂലല്ലോ. ഞാൻ അത് ഓർക്കാതെ പറയാൻ പോയതാണ്. പെട്ടെന്ന് അൽഹംദുലില്ലാ റബ്ബ് അത് ഓർമ്മിപ്പിച്ചു. അപ്പോൾ ജംഷീന വട്ടോളി അവരുടെ ഈ നമ്പറിൽ ഞാൻ വിളിക്കും. അത് വിളിച്ചിട്ട് അവർക്കാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് അവരോട് പറയുകയും ചെയ്യും, പൈസ അയച്ചു കൊടുക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ അള്ളാഹു ഇവർക്കും ഈ ജംഷീന വട്ടോളി എന്ന ആ സഹോദരിക്കും അതുപോലെ തന്നെ ഈ ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ആ ചരിത്രം ഞാൻ പറഞ്ഞ ആ ഖദീജ ബീവിയുടെ ചരിത്രം ആ ചരിത്രം കേട്ട് പഠിച്ച എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അവർക്കെല്ലാം ധാരാളം സമ്പത്ത് ഹലാലായ മാർഗത്തിലൂടെ ഖൈറായ വഴിയിലൂടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖദീജ ബീവിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ രണ്ടുപേരോടെ പോയിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് ഇന്നത്തെ ചരിത്രം. ആദ്യം നമ്മുടെ ക്ലാസ്സിന് നിബന്ധന ഒന്നുകൂടി പറയാം. കാരണം ഓരോ ആഴ്ചയും കേൾക്കുന്നത് ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കുമല്ലോ. പെട്ടെന്ന് നിബന്ധനകളൊന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഞാനും നിങ്ങളും പാലിക്കേണ്ട, ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും പാലിക്കേണ്ട നിബന്ധനകളാണ് പറയുന്നത്. ഒന്ന്, ക്ലാസ് പൂർണ്ണമായും കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് പൂർണ്ണമായും കേൾക്കുന്നവർക്ക് മാത്രമേ ഉത്തരങ്ങൾ എഴുതി അയക്കേണ്ടതുള്ളൂ. അതല്ലാതെ ചോദ്യങ്ങൾ മാത്രം കേട്ട് ഉത്തരങ്ങൾ എവിടെയെങ്കിലും പോയി തപ്പിപ്പിടിച്ച് പറയുന്നവർക്ക് അത് അനുവദനീയമല്ല. അപ്പോൾ കാരണം എന്താ, ക്ലാസ് പൂർണ്ണമായും ഇരുന്ന് കേൾക്കുന്നവരോട് കാണിക്കുന്ന വഞ്ചനയായി മാറും. അത് ക്ലാസ് പൂർണ്ണമായും കേൾക്കുന്നവരോട് കാണിക്കുന്ന വഞ്ചനയാകും. അപ്പോൾ ക്ലാസ് പൂർണ്ണമായും കേട്ടതിന് ശേഷം ആ പറഞ്ഞതിൽ നിന്നും ആൻസർ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് പുറത്തുനിന്നും ആൻസർ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തപ്പി ആൻസർ അയക്കാം. പക്ഷേ ക്ലാസ് പൂർണ്ണമായിട്ടും കേട്ടിരിക്കണം, ആ നിബന്ധനയുണ്ട്. ക്ലാസ് പൂർണ്ണമായിട്ടും കേട്ടതിന് ശേഷം ആൻസർ എവിടെ നിന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ടായാലും ഗൂഗിളിൽ നിന്നായാലും യൂട്യൂബിൽ നിന്നായാലും എവിടെന്നെങ്കിലും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ ക്ലാസ് കേൾക്കാതെ ചോദ്യം മാത്രം കേട്ട് എഴുതിയെടുത്തിട്ട്
നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ച് അയക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പറയാം, അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് രേഖപ്പെടുത്തണം. പലരും കമൻറ്റ് അയച്ചിട്ടില്ല, മറന്നു പോകുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഓർത്ത് അൽഹംദുലില്ലാ എന്ന് പറയണം. ഒരു കമൻറ്റ് ആ യൂട്യൂബിൽ തന്നെ നമ്മുടെ ആ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ രേഖപ്പെടുത്തണം എന്നറിയിക്കുന്നു. അത് കമൻറ്റ് എഴുതാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും. അറിയാത്ത സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഉത്തരങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച അസറിന് മുമ്പ് അയക്കണം. വരുന്ന വ്യാഴാഴ്ച അസറിന് മുമ്പ്, അതായത് വ്യാഴം എന്ന് പറയുമ്പോൾ ഡിസംബർ 19 ഡിസംബർ 19 വ്യാഴാഴ്ച അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആൻസർ അയച്ചിരിക്കണം. പിന്നെ മൂന്നാമത്തെ നിബന്ധന പറഞ്ഞത്. നാലാമത്തെ നിബന്ധന 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾക്ക് ആൻസർ അയക്കുന്നവർക്ക്, തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക്, ശരിയുത്തരം അയക്കുന്നവരിലും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 500 രൂപയാണ് സമ്മാനം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ, ഇന്നത്തെ ക്ലാസ് മുതൽ 500 രൂപയാണ് സമ്മാനം. മാറ്റം വരുത്തും. ഇപ്പോൾ 500 രൂപയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി കൊടുക്കുന്നത്. അടുത്ത 5ാമത്തെ നിബന്ധന ആണ്. ഈ നിബന്ധന പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ്. ഉത്തരങ്ങൾ അയക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര്, അവരുടെ നാട്, വീട്ടുപേരൊന്നും വേണ്ട, വീട്ടുപേരും അഡ്രസ്സൊന്നും അയക്കണ്ട. നിങ്ങളുടെ പേര്, അയക്കുന്ന വ്യക്തിയുടെ പേര്, സ്ഥലം, ഫോൺ നമ്പർ എന്നിവ അയക്കുക. ഈ ഫോൺ നമ്പർ അയക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ? സമ്മാനം ലഭിക്കുമ്പോൾ അത് വിളിച്ച് പറയണ്ടേ, അതിനു വേണ്ടിയാണ്. പിന്നെ 6ാമത്തെ നിബന്ധന, നറുക്കെടുപ്പ് വീഡിയോയിലൂടെ എല്ലാവരെയും കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ചതുപോലെ ഇപ്പോൾ എല്ലാവരെയും കാണിച്ചല്ലേ നറുക്കെടുത്തത്. കാരണം എങ്കിൽ അതൊരു വിശ്വസ്തത ഉണ്ടാവുകയുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. പിന്നെ 7ാമത്തെ നിബന്ധന, നിങ്ങളെല്ലാവരും ഇത് കേട്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ മാത്രം കേട്ട് ഉത്തരം അയച്ചാൽ മതി, ആർക്കും ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മത്സര പരിപാടി സ്റ്റോപ്പ് ചെയ്യും. കാരണം ഒരുപാട് പേര് കേൾക്കുന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഈ നമ്മുടെ യൂട്യൂബ് നഈം വിഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ആ സബ്സ്ക്രൈബ് എന്ന് കാണുന്നിടത്ത് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്നത് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. മറ്റേ 8ാമത്തെ നിബന്ധന, വാട്സാപ്പിൽ നിങ്ങൾക്കിത് ആൻസർ മാത്രം അയച്ചാൽ മതി, ചോദ്യം എഴുതണ്ട. ആ ആൻസർ ടൈപ്പ് ചെയ്ത് അയക്കാം, ഒരു പേപ്പറിൽ എഴുതിയിട്ടും നിങ്ങൾക്ക് ഫോട്ടോ എടുത്തും അയക്കാം. പിന്നെ 9ാമത്തെ ആൻസർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മത്സര പരിപാടിയുമായി, ക്ലാസ്സുമായി ഒരുപാട് പേര് സഹകരിക്കുന്നുവെങ്കിൽ മാത്രമേ മത്സരം മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. അതല്ലെങ്കിൽ മത്സരം സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അതിന് എനിക്ക് അധികാരമുണ്ടായിരിക്കും. എല്ലാ ആഴ്ചയും ഉണ്ടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് കാണുന്നില്ലേ, പിന്നെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് കാണണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് എത്തിക്കണം. 10ാമത്തെ നിബന്ധന, എല്ലാ വെള്ളിയാഴ്ചയും വിജയികളെ പ്രഖ്യാപിക്കും. ആ വീഡിയോയിൽ തന്നെ അടുത്ത ക്ലാസ്സും മത്സരവും ഉണ്ടാകും. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ വെള്ളിയാഴ്ചയും കഴിഞ്ഞ ആഴ്ചത്തെ വിജയിയെ പ്രഖ്യാപിക്കുകയും നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിക്കുകയും അടുത്ത ക്ലാസ് ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ആ വീഡിയോയിൽ തന്നെ ഉണ്ടാകും. പിന്നെ ഒരു വാട്സാപ്പ്, 11ാമത്തെ നിബന്ധന, ഒരു വാട്സാപ്പ് നമ്പറിൽ നിന്നും ഒരാൾ മാത്രമേ അയക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരാളുടെ വാട്സാപ്പിൽ നിന്ന് വീട്ടിലുള്ളവരെല്ലാം ആൻസർ അയക്കരുത്. ഒരു വാട്സാപ്പിൽ നിന്ന് ഒരാൾക്ക് മാത്രം. ഇപ്പം ഒരു വീട്ടിൽ 4 ഫോൺ ഉണ്ടെങ്കിൽ 4 ഫോണിൽ നിന്ന് 4 പേർക്ക് അയക്കാം, കുഴപ്പമില്ല. പക്ഷെ വീട്ടിലെ 4 പേരും കൂടി ഒറ്റ വാട്സാപ്പ് നമ്പറിൽ നിന്ന് അയക്കാൻ പാടില്ല. അപ്പോൾ ഒരു വാട്സാപ്പ് നമ്പറിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അയക്കാൻ പാടുള്ളൂ. പിന്നെ 12ാമത്തെ നിബന്ധന, ചോദ്യങ്ങൾ, ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ 5 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതുമാകാം, ഞാൻ പറഞ്ഞ ക്ലാസ്സിനകത്തുള്ളതുമാകാം, ക്ലാസ്സിലില്ലാത്ത ചോദ്യവുമാകാം. അപ്പം ഞാൻ പറയുന്ന ചരിത്രമാകട്ടെ, ക്ലാസ് ആകട്ടെ, ആ ക്ലാസ്സിനകത്ത്, ആ ക്ലാസ്സിൽ നിന്നും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ക്ലാസ്സിൻ്റെ പുറത്തുള്ള ചോദ്യങ്ങളും ആകും. അപ്പോൾ ഏതായാലും നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം ആ ക്വസ്റ്റ്യനൊക്കെ എഴുതിയെടുത്തിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞ ആൻസറുകൾ ഉണ്ടെങ്കിൽ അതും എഴുതുക. ക്ലാസ്സിൽ പറയാത്ത ചോദ്യങ്ങളുടെ ഉത്തരമാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് അയക്കുക. അതുപോലെ ആൻസറുകൾ ഒരുമിച്ച് എഴുതിയിട്ട് അയച്ചാൽ മതി. അടുത്ത നിബന്ധന ഇപ്പോൾ തൽക്കാലം ആ നിബന്ധന വെക്കുന്നില്ല. അതുകൊണ്ട് ആ 13ാമത്തെ നിബന്ധന ഇപ്പോൾ വായിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് മാറ്റം വരുത്തുമ്പോൾ വായിക്കും. 14ാമത്തെ നിബന്ധന, ആ 14ാമത്തെ നിബന്ധന നമുക്കിപ്പോൾ അത് വേണ്ടാത്തതാണ്. അതായത് നമ്മുടെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ആണല്ലോ ഇപ്പോൾ ചോദ്യം പറയുന്നത്. ഈ 13, 14 നിബന്ധനകൾ
13-ാമത്തെയും 14-ാമത്തെയും നിബന്ധന അത് ഇപ്പോൾ അത് നിബന്ധന വെക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അത് കാരണം ക്ലാസ്സിൻ്റെ അവസാനമാണ് നമ്മൾ ഈ 5 ചോദ്യങ്ങൾ പറയുന്നത്. ചിലർ ഈ ചോദ്യം മാത്രം കേട്ടിട്ട് ആൻസർ പുറത്തുനിന്ന് കണ്ടുപിടിച്ച് അയക്കുന്നവരുണ്ട്. അത് നമുക്ക് മനസ്സിലാവും, അയക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല. ക്ലാസ് കേട്ടതിന് ശേഷം മാത്രമേ ആൻസർ കണ്ടുപിടിച്ച് അയക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിബന്ധനയാണത്. അതിപ്പം ആ നിബന്ധന വെക്കുന്നില്ല, പിന്നീട് ചിലപ്പോൾ നിബന്ധന വെക്കും. 15-ാമത്തെ നിബന്ധന എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ പരിപാടിയുടെ പേര് അറിവ് പഠിക്കാം ഒപ്പം സമ്മാനവും നേടാം എന്ന ഈ പരിപാടിയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ സഹകരിച്ച് നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ഒരുപാട് പേര് കാണുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് 1, 2, 3 സമ്മാനങ്ങളും അത് കൂടാതെ 3 പേർക്ക് പ്രോത്സാഹന സമ്മാനവും കൊടുക്കുന്നതാണ്. ഈ ക്ലാസ്സിലല്ല, നമ്മുടെ ഈ ക്ലാസ് ആ ഒരു രൂപത്തിലേക്ക് പിന്നീട് മാറും. അതായത് 1-ാം സമ്മാനമുണ്ട്, 2-ാം സമ്മാനമുണ്ട്, 3-ാം സമ്മാനം, അത് കൂടാതെ ഒരു 3 പേർക്ക് പ്രോത്സാഹന സമ്മാനം. അപ്പോൾ 6 പേർക്ക് സമ്മാനം കിട്ടും. ഇപ്പോൾ ഒരാൾക്കാണല്ലോ സമ്മാനം ഉള്ളത്, ഇപ്പോൾ ഒരാൾക്കാണ് സമ്മാനം. അത് 6 പേർക്ക് സമ്മാനം കിട്ടുന്ന പരിപാടിയായി മാറും. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അയക്കുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 6 പേർക്ക് സമ്മാനം കിട്ടും. 1-ാം സമ്മാനം സ്വർണ്ണ മോതിരമായിരിക്കും. പിന്നെ 2-ാം സമ്മാനം 3-ാം സമ്മാനം എന്താണ് തീരുമാനിച്ചിട്ടില്ല. ഏതായാലും 1-ാം സമ്മാനം ഒരു സ്വർണ്ണ മോതിരമായിരിക്കും. 2-ാം സമ്മാനം 3-ാം സമ്മാനം നമുക്ക് തീരുമാനിക്കണം. പിന്നെ 3 പേർക്ക് പ്രോത്സാഹന സമ്മാനം. അതൊക്കെ ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് പിന്നീട് പറയും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മത്സരത്തിലുള്ളത് എന്താണ്? ഇപ്പോഴത്തെ മത്സരത്തിലുള്ളത് ഒരാൾക്ക് 500 രൂപ സമ്മാനം. ശരി ഉത്തരം അയക്കുന്നവരിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 500 രൂപ സമ്മാനമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് പറയുന്ന 5 ചോദ്യങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അയക്കുകയും ചെയ്യണം. മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, ആ മഹദിയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളയ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാം വയസ്സിൽ നുബുവത്തിന് 5 കൊല്ലം മുമ്പാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചത്. ഹിജറ 2-ാം വർഷം അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു. 3 ആൺകുട്ടികൾ, ഹസൻ, ഹുസൈൻ, മുഹസിൻ. അതുപോലെ പെൺകുട്ടികൾ അത് 2 പേരാണെന്നും 3 പേരാണെന്നും അഭിപ്രായമുണ്ട്. സൈനബ്, ഉമ്മു കുൽസൂം. ഇനി റുഖിയ എന്നൊരു പെൺകുട്ടിയും ഉണ്ട് എന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3 പെൺകുട്ടികളാണ് ഉള്ളത്. അന്ത്യനാൾ അടുക്കുമ്പോൾ ഇമാം മഹദി റളിയല്ലാഹു അൻഹു ആഗമനം ചെയ്യും. ആ മഹദി ഇമാം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ നിന്നാണ് വരുന്നത്. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ജനനം മുതൽ ലോകാവസാനം വരെ ജ്വലിക്കുന്ന ഒരു പ്രകാശമാണ്. ലോകത്തൊരു സ്ത്രീക്ക് ലഭിക്കാത്ത പദവിയും അതുല്യ ചരിത്രവുമാണ് അവർക്ക്. ഏറ്റവും വലിയ പ്രത്യേകത അവർ ഈ ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് എന്നതാണ്. മൗലിദ് ഫാത്തിമയിൽ ഇങ്ങനെ കാണാം. അതായത് ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള മൗലിദ്, ആ മൗലിദിൽ കാണാം ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഒരു പഴം പറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു. അത് തിന്നാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭക്ഷിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇനി താങ്കൾക്കൊരു മകൾ ജനിക്കും. അതിനുശേഷം ജനിച്ച മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഫാത്തിമയുടെ കൈ ചുംബിച്ച് എനിക്ക് സ്വർഗം വാസനിക്കുന്നു എന്ന് പറയാറുണ്ട്. 2ാമത്തെ പ്രത്യേകത, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇവരുടെ മാതാവാരാണ്? അതിബുദ്ധിമതിയും സർവ്വഗുണങ്ങളും ഒത്തുചേരുകയും ചെയ്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവർ ഒരിക്കലും ബിംബാരാധന നടത്താത്തവരുമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ത്വാഹിറ, പരിശുദ്ധിയുള്ളവൾ എന്ന് വിളിക്കപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ ഖുറൈശി സ്ത്രീകളുടെ നേതാവായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മഹദി, തൻ്റെ ധനം മുഴുവനും പരിശുദ്ധ ദീനിനായി നൽകിയ പുണ്യയുവതി, ആദ്യത്തെ വിശ്വാസിനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യയുമാണവർ. ഖദീജയ്ക്ക് തുല്യം ഖദീജ മാത്രം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തിച്ച ഏക ഭാര്യയും കൂടിയാണ്. അവരാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാതാവ്. ഞാൻ ഇൽമിൻ്റെ പട്ടണവും
അലി റളിയല്ലാഹു അൻഹു അതിൻ്റെ കവാടവുമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആണ് ഭർത്താവ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണെന്ത്, ഞാൻ ഇൽമിൻ്റെ പട്ടണവും അലി അതിൻ്റെ കവാടവുമാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അലി റളിയല്ലാഹു അൻഹു ആണ് മഹദി ഫാത്തിമയുടെ ഭർത്താവ്. ആ പരിശുദ്ധരായ മാതാപിതാക്കളുടെ അവസാനത്തെ പൊന്നുമോൾ, ഉമ്മയും ഉപ്പയും ആ പൊന്നുമോളെ സ്നേഹിച്ചതിന് അതിരില്ല. വീട്ടിലെ മൂത്തവർ തങ്ങളുടെ പൊന്നനുജത്തിയെ സ്നേഹസാഗരത്തിൽ ലാളിച്ചു വളർത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരളിൻ്റെ കഷ്ണമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് അവിടുന്ന് പറഞ്ഞു. അതിനാൽ പൊന്നുമോൾ സന്തോഷിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തോഷിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കോപിച്ചാൽ ആ ഉപ്പയും കോപിക്കും. ഒരു കൂട്ടം സ്വഹാബത്ത് ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ജനങ്ങളിൽ ആരോടാണ് അങ്ങേക്ക് കൂടുതൽ ഇഷ്ടം? ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫാത്തിമയോട്. ശൈശവദശ അല്ലലും അലട്ടലുമില്ലാതെ ഉമ്മയോടും ജ്യേഷ്ഠത്തിമാരോടും ഒത്തുകഴിഞ്ഞു. ഈ ഘട്ടം കഴിഞ്ഞ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ പിന്നീടുണ്ടായോ? മോൾക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഉപ്പയ്ക്ക് നുബുവത്ത് കിട്ടുന്നത്. അതിനു മുമ്പേ ഉപ്പ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ആരാധനയ്ക്കായി പോകുന്നതും ഉമ്മ ഉപ്പയ്ക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതും മകൾ കണ്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുമ്പോൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് 6 വയസ്സാണ്. ഒരിക്കൽ ഉപ്പ ഗുഹയിൽ നിന്ന് പേടിച്ച് വിറച്ച് വന്നത്, ഉമ്മ പുതപ്പിട്ട് കൊടുത്ത് ആശ്വസിപ്പിച്ചത്, അവർ എന്തൊക്കെയോ പറയുന്നത് മകൾ ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. പിതാവ് നബിയായ ശേഷം ആദ്യ രഹസ്യ പ്രബോധനം പിന്നീട് പരസ്യമായി. ഇതെല്ലാം കണ്ടും കേട്ടുമിരുന്ന മോൾക്ക് തൻ്റെ ഉപ്പയ്ക്ക് നിരവധി ശത്രുക്കൾ ഉള്ളതും അവർ ഉപ്പയെ ചീത്ത പറയുന്നതും കൂക്കി വിളിക്കുന്നതും ഉപദ്രവിക്കുന്നതും കാണേണ്ടി വന്നു. ഉപ്പയെ ജീവനിലേറെ സ്നേഹിച്ച പൊന്നുമോൾക്ക് ഇതൊന്നും സഹിക്കാനായില്ല. കരളിൻ്റെ കഷ്ണം വേദനിച്ചു. എന്തിനാണ് എല്ലാവരും തൻ്റെ പൊന്നുപ്പയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആ കുഞ്ഞു മനസ്സ് നൊന്തു. ഏകനായ റബ്ബ് ഒരുവൻ മാത്രമാണ്. മനുഷ്യനിർമ്മിത ബിംബങ്ങളെ അതാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിച്ച് ആരാധിക്കരുതെന്നും അള്ളാഹുവിനെ മാത്രം റബ്ബായി വിശ്വസിച്ച് ആരാധിക്കണമെന്നും താൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഇതാണല്ലോ ഉപ്പ പറയുന്നത്. അത് വാസ്തവമാണ്. ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. ശത്രുക്കൾ എന്തൊക്കെ ഉപദ്രവമാണ് ഏൽപ്പിച്ചത്. വിശ്വസിച്ചവരൊക്കെ പലായനം ചെയ്യേണ്ടി വന്നു. ജനിച്ച നാടും വീടും വിട്ട് എങ്ങോട്ടോ പോവുക, പാലായനം അത്ര സുഗമമുള്ള കാര്യമല്ല. ഇതൊരു വിരുന്നോ ടൂറ് പോക്കോ അല്ല. ഒന്നോർത്തു നോക്കൂ, നാം താമസിക്കുന്ന നാടും വീടും അവിടെ സ്വസ്ഥമായി താമസിക്കാൻ ശത്രുക്കൾ അനുവദിക്കുന്നില്ല. ഉപദ്രവം, കഠിന പീഡനം, ബഹിഷ്കരണം, ഉപരോധം, ഒറ്റപ്പെടുത്തൽ, ജീവിതമാർഗം തടയുക, ആക്രമിക്കുക, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും. ഫാത്തിമ റളിയല്ലാഹു അൻഹയും പോകേണ്ടി വന്നു. ശഅബ് അബീ ത്വാലിബിലേക്ക് പോയി. പട്ടിണി കിടന്നു, പൊറുതിമുട്ടി. വിശപ്പ് എത്ര സഹിക്കാനാകും മനുഷ്യന്? അതിലപ്പുറം എൻ്റെ ഫാത്തിമ ഉമ്മ അനുഭവിച്ചിട്ടുണ്ട്. മരത്തിൻ്റെ ഇല പറിച്ച് തിന്ന് ജീവൻ നിലനിർത്തേണ്ടി വന്നിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ക്ഷീണിച്ചു. നാളുകൾക്ക് ശേഷം ആ ബഹിഷ്കരണം ഒന്നയഞ്ഞപ്പോൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ആ മടക്കം സന്തോഷമാണ്. സ്വന്തം നാട്ടിലേക്ക്, വീട്ടിലേക്ക്, കളിച്ചു വളർന്ന മുറ്റത്തേക്ക് മടങ്ങുക. ഖദീജ ബീവിക്ക്, പൊന്നുമോളുടെ മാതാവിന്, വിശ്വാസികളുടെ മാതാക്കളിൽ ഒന്നാമത്തവർക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹനിധി, വലം കൈ എല്ലാമായിരുന്ന പ്രിയ പത്നിക്ക് രോഗം പിടികൂടി. ആ കാഴ്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തളർത്തി. തൻ്റെ എല്ലാമായ പൊന്നുമ്മയ്ക്കരികിൽ വിതുമ്പലോടെ ആ പൊന്നുമോൾ നിന്നു. ഉമ്മ പോവുകയാണ്, ഈ ലോകത്തോട് വിട പറയുകയാണ്. ആ രംഗത്തിന് തീരാ ദുഃഖത്തോടെ പൊന്നുമോൾ സാക്ഷിയായി. അതെ, തനിക്കിനി ഉമ്മ എന്ന് വിളിക്കാൻ പൊന്നുമ്മയില്ല. ഉമ്മയുടെ മരണം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. പ്രിയ ഉപ്പാക്ക് അതൊരു വല്ലാത്ത വേദനയായി. ഉപ്പയുടെ പ്രയാസം മോൾക്ക് മനസ്സിലായി. ആ ഹൃദയം നൊന്തു, നയനങ്ങൾ നിറഞ്ഞു. ഒരു നാൾ ശത്രുക്കൾ വീട് വളഞ്ഞു. അതും കണ്ടു ഫാത്തിമ. തൻ്റെ എല്ലാമായ ഉപ്പയെ വധിക്കുകയാണ് അവർക്ക് ആവശ്യം.
ഫാത്തിമ മോളുടെ സങ്കടം. നമ്മുടെ വീടിന് ചുറ്റും നമ്മുടെ ഉപ്പയെ ഉമ്മയെ വധിക്കാൻ ഒരു കൂട്ടം അക്രമികൾ വീട് വളഞ്ഞാലുള്ള അവസ്ഥയെ ഓർത്തു നോക്കൂ നിങ്ങൾ. ഉപ്പ വീട് വിട്ടിറങ്ങി, കൺമുമ്പിൽ നിന്നും മറഞ്ഞു. ഉപ്പയുടെ അവസ്ഥയിൽ തൻ്റെ ഉപ്പയെയോ തന്നെയോ ഒന്നാശ്വസിപ്പിക്കാൻ പൊന്നുമ്മ അരികിലില്ലാത്തത് ഓർത്ത് ഫാത്തിമ മോൾ കരഞ്ഞു. ഉപ്പയെ വധിക്കാൻ ശത്രുക്കൾ നാലുപാടും ഓടുന്നു. ഫാത്തിമ മോൾക്ക് എങ്ങനെയാണ് സമാധാനമുണ്ടാവുക? വീട്ടിൽ ഉമ്മു കുൽസൂം എന്ന ഏട്ടത്തിയുമുണ്ട് കൂട്ടിന്. മാതാപിതാക്കളില്ലാത്ത വീട്ടിൽ അവർ വേദന അനുഭവിച്ച് ദിനങ്ങൾ തള്ളി നീക്കി. പരസ്പരം രക്ഷയ്ക്കായി ദുആ ചെയ്തു. എങ്ങനെയെങ്കിലും ഉപ്പയുടെ സമീപമെത്തണം എന്ന ചിന്ത മാത്രമായിരുന്നു മക്കൾക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ മദീനയിലേക്ക് ഹിജറ പോയിരിക്കുകയാണ്. എന്നാൽ ഫാത്തിമ ബീവിയും സഹോദരിയാകുന്ന ജ്യേഷ്ഠത്തിയാകുന്ന ഉമ്മു കുൽസൂം മക്കയിലാണുള്ളത്. അവർ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഈ രണ്ടുപേരെയും, അതായത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും തൻ്റെ ജ്യേഷ്ഠത്തിയായ ഉമ്മു കുൽസൂം എന്നവരെയും മഹാനായ സ്വഹാബിയായ സയ്യിദ് റളിയല്ലാഹു അൻഹു അവരെ കൂട്ടിക്കൊണ്ട് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. നബിയുടെ സമീപത്തേക്ക് അവരെ കൊണ്ടുപോവുകയാണ്. അവരെ നബിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയ സ്വഹാബിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. കരളിൻ്റെ കഷ്ണം ഫാത്തിമ പൊന്നുമോൾ മക്ക വിടുകയാണ്, നാട് വിടുകയാണ്. ഉമ്മയില്ല കൂടെ. അങ്ങകലെ മദീനത്ത് തൻ്റെ ഉപ്പയുണ്ട്. രണ്ട് മനസ്സും ഒരുമിച്ചാകാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ആ ദീർഘയാത്ര ഒടുവിൽ മദീനത്തെത്തി. ഉപ്പയെ ദഫ്മുട്ടി സ്വീകരിച്ച മദീനക്കാർ, അവിടേക്ക് പലായനം ചെയ്തു വന്നവർ എല്ലാവരും നബി മക്കളുടെ വരവ് അറിഞ്ഞു. അവർ സന്തോഷിച്ചു. ഇവരെ സ്വീകരിക്കാൻ അവർ മുന്നോട്ട് വന്നു. മദീന മണൽത്തരി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പാദസ്പർശനമേറ്റ് പുളകം കൊണ്ടു. മോൾ ഉപ്പയ്ക്കരികിലെത്തി. രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞു. സലാം ചൊല്ലി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ കൊള്ള ചെന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. കരച്ചിലായി. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ നിറഞ്ഞതിൻ്റെ അണപൊട്ടി ഒഴുകൽ. രണ്ടുപേരും അപ്പോൾ ഓർത്തിരിക്കണം മകൾ ഉമ്മയെ, അതുപോലെ ഉപ്പ തൻ്റെ പ്രിയ ഭാര്യ ഖദീജയെ. ബദർ യുദ്ധം നടക്കുമ്പോൾ ജ്യേഷ്ഠത്തി റുഖിയ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുന്നു. അവരുടെ ഭർത്താവ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇത്താത്തയെ പരിചരിക്കുകയാണ്. റുഖിയ ഇത്താത്തയും വിട പറയുകയാണ്. മോൾക്ക് മനസ്സിലായി, വിട പറയുകയാണെന്ന് മഹദിയായ ഫാത്തിമയ്ക്ക് മനസ്സിലായി. സങ്കടം സഹിക്കാനാവുന്നില്ല. തന്നെ ലാളിച്ച ഇത്താത്ത ഇതാ തന്നോട് വിട പറയുകയാണോ? അനുജത്തി ജ്യേഷ്ഠത്തിയുടെ സമീപത്തിരുന്നു. ദുഃഖവും വേദനയും കടിച്ചിറക്കുകയായിരുന്നു പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതെ, ഇത്താത്തയുടെ ശ്വാസം നിലച്ചു. മോൾ കരഞ്ഞു. ദുഃഖം തന്നെ ദുഃഖം. നമ്മുടെ ഈ സയ്യിദത്തിന് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി ഇനി തനിക്ക് റുഖിയ ഇത്താത്തയും ഇല്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുമായുള്ള വിവാഹം നടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുമായി വിവാഹം നടക്കുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ പലരും ആഗ്രഹിക്കുകയും ചിലർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും അത്തരം മാന്യന്മാരോടൊക്കെ അവരർഹിക്കുന്ന മാന്യതയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കി അയച്ചു. അപ്പോഴൊക്കെയും തിരുമനസ്സിൽ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിജറ 2-ാം വർഷം തൻ്റെ മകളെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അവിടുന്ന് വിവരം അലി റളിയല്ലാഹു അൻഹു ഉണർത്തി. അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ശുക്ർ ചെയ്തു. അൽഹംദുലില്ലാഹ്. തിരു ഉപദേശപ്രകാരം പടയങ്കി വിറ്റ് 400 ദിർഹം മഹർ കൊടുത്തു. ആ നിക്കാഹ് പ്രമുഖരെല്ലാം ഒത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു. ഒരു മുടഞ്ഞ കട്ടിൽ, ഈത്തപ്പനനാര് നിറച്ച തലയിണ, ഒരു തോൽപാത്രം, ഒരു കപ്പ്, ഇങ്ങനെ ഏതാനും ഉപകരണങ്ങൾ മാത്രം അതായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. നമ്മുടെ അടുക്കളയിലെ 100 കണക്കിന് ഉപകരണങ്ങൾ നോക്കുക. സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ വളരെ കുറവായിരുന്നു. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഉപ്പയിൽ നിന്ന് അല്പം വിട്ടാണെങ്കിലും ആ അകൽച്ച മകൾക്കോ മകളെ പിരിഞ്ഞ് ഉപ്പയ്ക്കോ സഹിക്കാനായില്ല. മകൾ അടുത്തായിരുന്നെങ്കിലെന്ന് ഉപ്പ കൊതിച്ചു. ഉപ്പയെ എപ്പോഴും കാണാൻ പൊന്നുമോളും കൊതിച്ചു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്നവർക്ക് ഏതാനും വീടുകൾ പള്ളിക്കടുത്തുണ്ടായിരുന്നു. ഹാരിസത്ത് റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആ ഉപ്പയുടെയും മകളുടെയും വിഷമങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹം തിരുദൂതരോട് തൻ്റെ ഒരു വീട് തരാം, എനിക്ക് ഉള്ളതെല്ലാം അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഉള്ളതാണ്,
അവിടുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഇങ്ങോട്ട് താമസിപ്പിക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത വീട്ടിലേക്ക് താമസം മാറ്റി. തൻ്റെ പൊന്നുമോളെ അതിരില്ലാതെ സ്നേഹിക്കുന്ന ആ വാത്സല്യനിധിയായ പിതാവ് എല്ലാ പ്രഭാതത്തിലും മകളെ കൊള്ള നോക്കും. സുബഹി ബാങ്ക് കേട്ടാൽ ആ വാതിൽ കട്ടിലിൽ പിടിച്ച് ഫാത്തിമയെ നോക്കും. ആദ്യമായി കൺകുളിർക്കെ കാണും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൊള്ളെ മുന്നിടും. അവിടെ കുറേ നേരം ഇരിക്കും. ശേഷമേ ഭാര്യമാരുടെ സമീപത്തേക്ക് പോവുകയുള്ളൂ. ഇനി നമുക്ക് ചരിത്രം അല്പം ചുരുക്കി പറയാം. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കലും ചിരിച്ചിട്ടില്ല. ഉപ്പ പിരിഞ്ഞതിലെ വിഷമം ശരീരത്തെയും ബാധിച്ചു. ശരീരം ക്ഷീണിച്ചു. ഉപ്പയുടെ വഫാത്തിന് ശേഷം എണ്ണപ്പെട്ട മാസങ്ങൾ മാത്രം, 3 മാസം, 6 മാസം, 7 മാസം എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. വളരെ ചെറുപ്രായത്തിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയും വിട പറയാൻ അടുക്കുകയാണ്. ഹിജ്റ 11-ാം വർഷം ഒരു റമളാനിൽ പൊന്നുമോൾ ഉപ്പയോട് ചേരുകയാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തതും ഒരു റമളാനിലാണ്. വഫാത്ത് അടുത്തു എന്നവർക്ക് ബോധ്യമായി. ഭർത്താവിനെ സമീപത്തിരുത്തി വസിയത്തുകൾ ചെയ്തു. ഒരു ഭാര്യ എന്ന നിലയിൽ തന്നിൽ താങ്കൾക്ക് വല്ല കടമകളും നിറവേറ്റുന്നതിൽ താൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു. ഭർത്താവിന് ഭാര്യ വഴിപ്പെടണം എല്ലാ നല്ലതിലും. അങ്ങനെ ചെയ്യാതിരുന്നാൽ അള്ളാഹു കോപിക്കും. നാളെ മഹ്ശറയിൽ വിചാരണ ചെയ്യും. ഇത്തരം കടമകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അങ്ങേയറ്റം പാലിച്ചവരായിരുന്നു. എന്നിട്ടും അക്കാര്യത്തിൽ വല്ല പോരായ്മയും വന്നുപോയോ എന്ന് ഭയന്നു. നാളെ റബ്ബിൻ്റെ മുന്നിൽ തൻ്റെ ഉപ്പ വലിയ സ്ഥാനത്തായിരിക്കും. ഏറ്റവും വലിയ ശുപാർശ, ഹൗദുൽ കൗസർ, ലിവാഉൽ ഹംദ്, വസീല, ഫളീല, മഖാമുൻ മഹ്മൂദ്, അത്യുന്നതമായ പദവികൾ അലങ്കരിച്ച് പൊന്നുപ്പയും അനുയായികളും 14-ാം രാവിലെ ബദറിനെ പോലെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ആ പിതാവിൻ്റെ പുത്രിയാകുന്ന താൻ അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുന്നതൊന്നും ചെയ്തു വെക്കരുതെന്ന്, ബാക്കി വെക്കരുതെന്നുമുള്ള ചിന്തയാൽ മനസ്സ് തപിച്ചു. ഭർത്താവിനോട് പൊരുത്തപ്പെടിയിക്കുന്നു. മക്കളെ നന്നായി നോക്കാൻ ഉപദേശിച്ചു. മക്കളെ വിളിച്ചു. അവരെ അണച്ചു ചേർത്ത് പിടിച്ചു. പൊന്നു പൈതങ്ങളെ പ്രിയ മാതാവ് തുരുതുര ചുംബിക്കുകയാണ്. ആ പൊന്നു പൈതങ്ങളെ ചുംബിക്കുകയാണ്. മക്കളോടും പല കാര്യങ്ങളും സ്നേഹവാത്സല്യത്തോടെ ഉമ്മ ഉപദേശിച്ചു. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹവിനോട് തനിക്ക് കുളിക്കാൻ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. മഹദി ഏറ്റവും നന്നായി കുളിച്ചു ശുദ്ധിയായി. ഏറ്റവും നല്ല വസ്ത്രം നൽകാൻ പറഞ്ഞു. അസ്മാ റളിയല്ലാഹു അൻഹ നല്ല വസ്ത്രം കൊടുത്തു. മഹദി നല്ല വസ്ത്രം ധരിച്ചു. എൻ്റെ ശരീരം ഒരാൾക്കും കാണിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്രകാരം ശ്രദ്ധിക്കാമെന്നവർ ആ അസ്മാ റളിയല്ലാഹു അൻഹ ഏൽക്കുകയും ചെയ്തു. ലോക നേതാവിൻ്റെ പൊന്നുമോൾ വഫാത്തിന് തയ്യാറെടുക്കുന്നു. ഖിബില കൊള്ള മുന്നിട്ടു. സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ മകളാരത്നം. സാധാരണ ഒരു മനുഷ്യൻ്റെ ശരാശരി വയസ്സിൻ്റെ പകുതി പോലും ഈ ലോകത്ത് ജീവിക്കാതെ ലോകാവസാനം വരെയുള്ള മഹദികൾക്ക്, വിശേഷിച്ചും ലോകർക്ക് പൊതുവെയും മാതൃക കാണിച്ച് എല്ലാ ഉപദേശങ്ങളും നൽകി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കാനായി നന്നായി ശുദ്ധി വരുത്തി നല്ല വസ്ത്രം ധരിച്ച് സർവ്വ ഒരുക്കവുമായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇങ്ങനെയെല്ലാം അന്ത്യയാത്രയ്ക്കൊരുങ്ങി തയ്യാറെടുത്ത ശേഷം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഒന്ന് പുഞ്ചിരിച്ചു. ഇങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ആ രഹസ്യം പറഞ്ഞപ്പോൾ മാത്രമാണ്. ഏത് രഹസ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ആദ്യം കരഞ്ഞു. അവിടുന്ന് വഫാത്താകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് വിളിച്ച് ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ആ രഹസ്യം കേട്ടപ്പോഴാണ് ഫാത്തിമ ബിബി ചിരിച്ചത്. പിന്നീട് ചിരിച്ചത് എപ്പോഴാണ്? ഫാത്തിമ ബിബി വഫാത്താകുന്ന സമയത്താണ്. എന്താണ് ആ ചിരിച്ചതിൻ്റെ അർത്ഥം? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെവിയിൽ പറഞ്ഞത് എന്താണ്? ആ ചെവിയിൽ പറഞ്ഞത്, മോളെ നീ വിഷമിക്കണ്ട, ഞാൻ വഫാത്താകുന്നതിൽ നീ വിഷമിക്കണ്ട. കാരണം ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എൻ്റെ അടുക്കലേക്ക് വരുന്നത് നീയാണ്.
ആദ്യമായി എൻ്റെ അടുക്കലേക്ക് വരാൻ പോകുന്നത്, പിന്നെ വഫാത്താകാൻ പോകുന്നത് നീയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ബാപ്പയുടെ അടുക്കലേക്ക്, എൻ്റെ ഉപ്പയുടെ അടുക്കലേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് പോകാമല്ലോ എന്ന ചിന്തയിൽ ആ സമയത്ത് ഫാത്തിമ ബിബി ചിരിച്ചു. പിന്നീട് ചിരിച്ചത് അവിടുന്ന് വഫാത്താകുന്ന സമയത്തും ചിരിച്ചു. അപ്പോൾ ചിരിച്ചത് എന്താണ്? ഞാൻ പോകുന്നത് എൻ്റെ ഉപ്പയുടെ അടുത്തേക്കാണ്, എൻ്റെ ഉപ്പയെ എനിക്ക് കാണാമല്ലോ എന്ന സന്തോഷത്താൽ അവിടുന്ന് ചിരിച്ചു. അങ്ങനെ മഹദിയായ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ സ്വർഗത്തിലേക്ക് നീങ്ങി, നമ്മോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് നാം ഇതുവരെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലെ ആ ചോദ്യങ്ങൾ വായിക്കുകയാണ്. ക്ലാസ് നീണ്ടുപോയതിൽ എല്ലാവരും ക്ഷമിക്കണം. ആരും അതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു സെക്കൻഡ് സമയം പോലും അത് വെറുതെ പോകുന്നില്ല. മഹദിയായ ഫാത്തിമ ബീവിയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടത്. നമുക്ക് കൂലി കിട്ടും, നമുക്ക് ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കും, ദുനിയാവിലും നമുക്ക് അതിൻ്റെ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് അരമണിക്കൂറായല്ലോ അല്ലെങ്കിൽ അതിൽ കൂടുതലായല്ലോ എന്ന് ചിന്തിച്ച് ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്കതൊക്കെ ഉപകാരപ്രദമാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ സമയങ്ങളാണ് നമ്മൾ മൊബൈലിൽ നോക്കിയും അല്ലാതെയും ഒക്കെ നമ്മൾ കളയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ സമയം ഒരുപാടായല്ലോ എന്നാരും ചിന്തിക്കേണ്ട. ഒരിക്കലും സമയം നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കത് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമാണ്. അള്ളാഹു അങ്ങനെ ആക്കി മാറ്റുമാറാകട്ടെ. എൻ്റെ ആ ഒച്ച സൗണ്ട് പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് സൗണ്ടിനൊരു ബുദ്ധിമുട്ട്. ഒച്ച അടച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചോദ്യങ്ങൾ വായിക്കുകയാണ്. എല്ലാവരും എഴുതിയെടുത്തു. എല്ലാവരും ഒരു പേപ്പറും പേനയും എടുത്ത് ഇന്നത്തെ ചോദ്യങ്ങൾ അത് എഴുതിയെടുക്കണം. എന്നിട്ട് ആൻസർ നമ്മുടെ ഈ ക്ലാസ്സിൽ ഉള്ള ആൻസർ ഉണ്ട്, ക്ലാസ്സിനകത്ത് പറയാത്ത ചോദ്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ 5 ചോദ്യങ്ങൾ, അതിൽ 3 ചോദ്യങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ്. അതിൽ 3 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 2 ചോദ്യങ്ങൾ ക്ലാസ്സിൻ്റെ പുറത്തു നിന്നാണ് ചോദിക്കുന്നത്. അത് ഇൻഷാ നിങ്ങൾ കണ്ടുപിടിച്ച് അയച്ചാൽ മതി. ഒന്നാമത്തെ ചോദ്യം എല്ലാവരും എഴുതിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഫാത്തിമ ബീവി ജനിച്ചത്? അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചപ്പോൾ നബിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഫാത്തിമ ബീവി ജനിച്ചത്? രണ്ടാമത്തെ ചോദ്യം പറയുകയാണ്, എഴുതിയെടുത്തോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചപ്പോൾ ഫാത്തിമ ബീവിക്ക് എത്ര വയസ്സുണ്ട്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചല്ലോ, നബി ആയല്ലോ. ആ നുബുവത്ത് ലഭിച്ച സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര വയസ്സുണ്ട്? അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം ഫാത്തിമ ബീവിയെയും ജ്യേഷ്ഠത്തിയായ ഉമ്മു കുൽസൂമിനെയും കൂട്ടിക്കൊണ്ട് മദീനയിലേക്ക് പോയ ഒരു സഹാബിയുണ്ട്. ആ സഹാബിയുടെ പേരെന്ത്? നമ്മുടെ ചരിത്രത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി ഹിജ്റ പോയി. ഫാത്തിമ ബീവിയും ഉമ്മു കുൽസൂം മക്കയിലാണുള്ളത്. അപ്പോൾ ഇവർ 2 പേർക്കും ബാപ്പയുടെ അടുത്തേക്ക് പോകണം, തൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് പോകണം, മദീനയിലേക്ക് പോകണം എന്ന് ആഗ്രഹം. ആ സമയത്ത് അവരെയും കൂട്ടി അവരെ മദീനയിലേക്ക് കൊണ്ടുപോയ ഒരു സ്വഹാബി. ആ സ്വഹാബിയുടെ പേരെന്താണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം നമ്മുടെ ക്ലാസ്സിൽ പറയാത്തതാണ്, 5ാമത്തെയും പറയാത്തതാണ്. അപ്പോൾ നാലാമത്തെ ചോദ്യം എന്താണ്? ആദം നബിയെ കുറിച്ച് എത്ര പ്രാവശ്യം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? അപ്പോൾ ആദം നബിയെ എത്ര പ്രാവശ്യം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? എത്ര പ്രാവശ്യമാണെന്ന് വെച്ചാൽ ആ അക്കം എഴുതുക. ആദം നബിയെ എത്ര പ്രാവശ്യമാണ് ഖുർആനിൽ പരാമർശിച്ചത് എന്നതാണ് നാലാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം പറയുന്നു, ഖുർആനിൽ പരാമർശിച്ച ഏക സ്ത്രീ ആരാണ്? അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ചാണ്, ഒരു മഹദിയെക്കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ആ മഹദിയുടെ പേരെന്താണ്? ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേരെന്താണ്? ആ മഹദിയുടെ പേരെന്താണ്? ഈ 5 ചോദ്യങ്ങളാണ്, അതിൻ്റെ ഉത്തരങ്ങളാണ് അയക്കേണ്ടത്. നിബന്ധനയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ഡിസംബർ 19 വ്യാഴാഴ്ച അസറിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതി അയക്കേണ്ടതാണ്. ശരി ഉത്തരം അയക്കുന്നവരിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 500 രൂപ സമ്മാനം കൊടുക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.